മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയിൽ ആദ്യ ഗുണഭോക്തൃ ലിസ്റ്റിൽ 249 പേരിൽ ഇതുവരെ സമ്മതപത്രം ഒപ്പിട്ട് നൽകിയത് 51 പേർ മാത്രം. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകളുമായി ഇതുവരെയും സർക്കാർ ബോണ്ട് വെച്ചിട്ടില്ല. സമയം ഇനിയുമുണ്ടെന്നും നിർമ്മാണ പ്രവർത്തികൾ 27-ന് തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നും കളക്ടർ DR മേഘശ്രീ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തം ഉണ്ടായി 8-ാം മാസത്തിലാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ തുടക്കമിടുന്നത്. നെടുമ്പാല എസ്റ്റേറ്റിൽ നിയമപ്രശ്നങ്ങൾ ഒട്ടേറെ നിലനിൽക്കുന്നതിനാൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പ് ആരംഭിച്ച് നിർമ്മാണ പ്രവർത്തികൾ 27-ന് ആരംഭിക്കാനാണ് സർക്കാർ നടപടി ദ്രുതഗതിയിൽ നടക്കുന്നത്. തറക്കല്ലിടാൻ മുഖ്യമന്ത്രി എത്തുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെയും ആദ്യ ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നില്ല. ഇതുവരെ 51 പേർ മാത്രമാണ് സമ്മതപത്രം ഒപ്പിട്ട് നൽകിയത്. 24 വരെയാണ് സമയം നൽകിയിട്ടുള്ളതും. 24-നകം കൂടുതൽ പേർ ഒപ്പിട്ട് നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകളുമായും ബോണ്ട് വെച്ച ശേഷം നിർമ്മാണ പ്രവർത്തികൾ 27-ന് തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും കളക്ടർ DR മേഘശ്രീ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു. അതിനിടെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിക്കാൻ പോവുകയാണ്. ഉടമകളാകട്ടെ സർക്കാർ നിശ്ചയിച്ച 26 കോടിയിൽ നിന്ന് കൂടുതൽ തുക ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങളും 27-ന് മുൻപ് പരിഹരിച്ചില്ലെങ്കിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കുന്നത് വൈകുമെന്നാണ് ആക്ഷേപം.